വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലെ. ചോദ്യം ഇതാണ്, വിച്ച് പാർട്ട് കംസ് ഔട്ട് ഫസ്റ്റ് വൈൽ സീഡ് ജെർമിനേഷൻ? വിത്ത് മുളയ്ക്കുമ്പോൾ ഏത് ഭാഗമാണ് ആദ്യം പുറത്തു വരുന്നത്? അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു സീഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിത്ത് മുളയ്ക്കുന്ന ടൈമിൽ നമ്മൾ മുള വന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗം ആദ്യം പുറത്തു വരുന്ന ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിച്ചിരുന്നത്? അത് റാഡിക്കൽ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ കോട്ടിലിഡൻ, ബീജപത്രം, നമുക്കറിയാം എന്താണ് ഈ പറയുന്ന പ്ലാന്റ്, ഈ പറയുന്ന നമ്മുടെ വിത്തൊക്കെ മുളച്ച് അതിനകത്ത് ഇലയൊക്കെ വന്നാലേ അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുവരെ വേണ്ട, തൈച്ചെടിക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്ന ആളാണ് ആര്? കോട്ടിലിഡൻ അല്ലെങ്കിൽ ബീജപത്രം എന്ന് പറയുന്നത്. റാഡിക്കൽ, ബീജമൂലം, ഇതാ ഓപ്ഷൻ ബി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഇതാ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റാഡിക്കൽ അഥവാ എന്താണ്? ബീജമൂലമാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് പ്ലമ്യൂള് കൊടുക്കുന്നുണ്ട്, ബീജശീർഷം. അത് നമ്മുടെ സ്റ്റെം ആയിട്ട് മാറുന്ന ഭാഗമായിരുന്നു അല്ലെ. ഡൈക്കോട്ടിലിഡൻ, ദ്വിബീജപത്രം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമുള്ള സാധനവും അല്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, റാഡിക്കൽ അഥവാ ബീജമൂലമാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് മക്കളെ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. കാരണം നമ്മുടെ വിദ്യാരംഭം ഓഫർ ഇതാ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ 15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സൈലത്തിന്റെ നമ്പറിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് ഈ ഒരു ഇയർ പഠിച്ച് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാടാ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.